നിങ്ങൾ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മിനിമം രാവിലെ ഒരു 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് രാത്രി 10 മണി വരെ പഠിക്കാൻ ശ്രമിക്കുക. 24 മണിക്കൂറും പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് അടിക്കാൻ പറ്റത്തേ ഇല്ല. കേട്ടപ്പോൾ ഞെട്ടിപ്പോയോ? PSC വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണയാണത്. ഫുൾ ടൈം കുത്തിയിരുന്ന് പഠിച്ചെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റ് അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ ആ ഒരു ചിന്താഗതി തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് PSC പരീക്ഷയ്ക്ക് വേണ്ടി സീരിയസ് ആയി തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥി ദിവസവും കുറഞ്ഞത് എത്ര സമയം പഠിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ അനുദീപ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ സംശയം എന്തൊക്കെയാണ്? എത്ര സമയം പഠിക്കണം, അല്ലെങ്കിൽ എത്ര മണിക്കൂർ പഠിക്കണം? ഒരു വർക്കിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ, ഒരു വീട്ടമ്മയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സമയം കുറവായിരിക്കില്ല. അവർ എത്ര സമയം പഠിക്കണം? അല്ലെങ്കിൽ ഫുൾ ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി PSC പരീക്ഷകൾക്ക് ദിവസവും എത്ര മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യണം? ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളുണ്ട്. ഇതിനൊക്കെയുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒരു വർഷങ്ങളോളമുള്ള ടീച്ചിങ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസിന് പുറത്താണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഇത് ഭയങ്കര ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അതിനു മുമ്പായി നമ്മുടെ ടെലിഗ്രാം ചാനൽ അംഗങ്ങളാവാത്ത വ്യക്തികൾ അംഗങ്ങളാവുക. കുറെ റയർ കണ്ടന്റുകൾ, അതായത് റാങ്ക് ലിസ്റ്റ് നിങ്ങളെ ടോപ്പ് പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന റയർ കണ്ടന്റുകൾ, അതർ സ്റ്റേറ്റ്സ് PSC ക്വസ്റ്റ്യൻ പേപ്പറും UPSC ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മളോട് ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം അല്ലെ. ഒന്നാമതായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. എന്താ? കൂടുതൽ സമയം പഠിക്കും തോറും കൂടുതൽ മാർക്ക് കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റുക. സ്റ്റഡി ടൈം ആൻഡ് മാർക്ക് ഇതൊരിക്കലും ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് അല്ല. നിങ്ങൾ ഒരു 10 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടും. 1 മണിക്കൂർ പഠിച്ചോണെങ്കിൽ അതിൽ കുറവ് മാർക്ക് കിട്ടും. നിങ്ങൾ പഠിക്കുന്ന സമയം എന്നുള്ളതിലുപരി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി ടൈമാണ് നിങ്ങളുടെ മാർക്ക് നിശ്ചയിക്കുന്നത്. നമുക്ക് ചില ആൾക്കാരെ അറിയാം, അവര് ഡെയിലി ചിലപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ പഠിക്കുള്ളൂ. പക്ഷെ 10 മണിക്കൂർ പഠിക്കുന്ന വ്യക്തിയെക്കാളും അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാ? ആ 3 മണിക്കൂർ സമയം അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത്, ക്വാളിറ്റി കീപ്പ് ചെയ്ത്, അച്ചടക്കത്തോടു കൂടിയായിരിക്കും ആ വ്യക്തി പഠിക്കുന്നത്. അതേസമയം ഒരു 10 മണിക്കൂർ പഠിക്കുന്ന ഒരു വ്യക്തി, അയാൾ മൊബൈൽ ഫോൺ നോക്കും പഠിക്കും, മൊബൈൽ ഫോൺ നോക്കും പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾ 10 അല്ല 24 മണിക്കൂർ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്വാണ്ടിറ്റിയിലല്ല കാര്യം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന്റെ ക്വാളിറ്റിയിലാണ് ഇവിടെ കാര്യം ഇരിക്കുന്നത്. ആ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കാം. കാര്യം പൊതുവെ ഈ വർക്കിംഗ് കാൻഡിഡേറ്റ്സിനും വീട്ടമ്മമാർക്കും ഒക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താ? അയ്യോ, ഞങ്ങൾക്ക് പഠിക്കാൻ സമയം കുറച്ചേ കിട്ടുന്നുള്ളൂ, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? PSC പഠിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെക്കാൾ ഞങ്ങൾക്ക് ടൈം വളരെ കുറവാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. PSC ഉദ്യോഗാർത്ഥികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PSC റാങ്ക് അടിക്കുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് കാൻഡിഡേറ്റ്സും അതിനകത്തുണ്ട്. ഞാനൊരു വർക്കിംഗ് കാൻഡിഡേറ്റ് ആയിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ PSCക്ക് അത്രക്കാരെ വേണം. 24 hours കുത്തിയിരുന്ന് പഠിക്കുന്ന ആൾക്കാരെ മാത്രമല്ല PSCക്ക് വേണ്ടത്. നിങ്ങളെപ്പോലുള്ള വർക്കിംഗ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ വീട്ടമ്മമാർ, അവരെയും PSCക്ക് ഉദ്യോഗസ്ഥരായി വേണം. ആ രീതിയിലാണ് ചോദ്യപേപ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനാണ് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ ക്ലാരിറ്റി കിട്ടും. പ്രധാനമായും നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു സമയത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ, സമയം എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ അസറ്റ് അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് കുറച്ച് മിനിറ്റ് ആയി. ഈ സമയം നിങ്ങൾക്ക് ഒരിക്കലും ലൈഫിൽ തിരിച്ചു കിട്ടില്ല. കിട്ടുമോ? ഇപ്പൊ നിങ്ങൾ അദാനി ആണെങ്കിലും അംബാനി ആണെങ്കിലും പിച്ചക്കാരനാണെങ്കിലും നിങ്ങൾക്ക് ഡെയിലി 24 മണിക്കൂറേ ഉള്ളൂ. അത് ഫിക്സഡ് ആയിട്ടുള്ള റിസോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡിനും കൃത്യമായിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI എന്ന് പറയുന്ന എക്കണോമിക്സിലെ ഒരു കോൺസെപ്റ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ സമയവും തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡിനും ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം. നിങ്ങൾ 3 മണിക്കൂർ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും 10 മണിക്കൂർ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും വിഷയമല്ല. നിങ്ങൾക്ക് സയന്റിഫിക്കായി ഇപ്പൊ പോമഡോറോ പോലെയുള്ള ടെക്നിക്കിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെ ടെക്നിക്കലി യൂസ് ചെയ്ത് 3 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന നോളജ്, അറിവ് എന്ന് പറയുന്നത് 10 മണിക്കൂർ അശാസ്ത്രീയമായി പഠിക്കുന്ന വ്യക്തിയെക്കാളും കൂടുതലായിരിക്കും. നമ്മൾ സിലബസ് കൃത്യമായി പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സിലബസിനകത്ത് ചില ടോപ്പിക്സ് ആണ് കടല പോലെ കിടക്കുകയാണ്. പക്ഷേ ആ എൻറ്റയർ ടോപ്പിക് പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പക്ഷേ 1 മാർക്കായിരിക്കും. പക്ഷേ
ചെറിയ വേറെ ടോപ്പിക്സ് ആണ്, അത് പഠിച്ച് 5 മാർക്ക് കിട്ടും. അപ്പം ഏത് ടോപ്പിക്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്? ഈ 1 മാർക്കിന്റെ കടൽ പോലുള്ള ടോപ്പിക്കിലാണോ, അത് 5 മാർക്കിന്റെ ചെറിയ ടോപ്പിക്കിലായിരിക്കും? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സമയവും ഓരോ പരീക്ഷയുടെ രീതി അനുസരിച്ച് മാറ്റാം. എല്ലാ പരീക്ഷയ്ക്കും ഉള്ള ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ പ്രിലിംസിന് ഹിസ്റ്ററി 10 മാർക്കാണ് ഇരിക്കുന്നത്, 10 മാർക്ക്. അപ്പൊ ഹിസ്റ്ററിക്ക് പ്രിലിംസ് പരീക്ഷയിൽ അത്യാവശ്യം സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ചില മെയിൻസ് പരീക്ഷയിൽ ഹിസ്റ്ററി 3 മാർക്കേ ഉള്ളൂ. അപ്പൊ പ്രിലിംസിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും സമയം മെയിൻസിന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ആ സമയത്ത് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ പഠിക്കണം. അപ്പൊ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു കോഴ്സ് നിങ്ങൾ മനസ്സിൽ ഇരിക്കുക. കാര്യം അത് എക്കണോമിക്സിനകത്ത് ഏറ്റവും എന്താ പറയാ അടിപൊളിയായിട്ടുള്ള ഒരു മൊഡ്യൂളാണത്. ഞങ്ങളുടെ ബാച്ചസ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ രീതിയിലാണ്. ചവറ് പോലെ 10-500 മണിക്കൂർ ക്ലാസ് തന്നിട്ട് കാര്യമില്ല. പക്ഷെ എല്ലാ ടോപ്പിക്കിന്റെ മുക്കും മൂലയും കവർ ചെയ്യുന്ന രീതിയിൽ സമയബന്ധിതമായിട്ടാണ് ഞങ്ങൾ ക്ലാസ്സസ് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എക്സാമിന് വളരെ മുമ്പ് തന്നെ ക്ലാസ്സസ് തീർത്തതിന് ശേഷം ഇന്റൻസീവായ റിവിഷൻ കുട്ടികൾ കൊടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ്. സോ ഞങ്ങളുടെ ബാച്ചസിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കണം. കുറെ രാവിലെ തൊട്ട് രാത്രി ഡെയിലി 4, 5, 6 ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ആർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്ട്രക്ചർഡ് രാവിലെ ഒരു ക്ലാസ്, വൈകിട്ട് ഒരു ക്ലാസ്, ദിവസം ഒരു ക്ലാസ്സിൽ 2 ക്ലാസ്, ആ രീതിയിൽ ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ കണ്ടന്റുകൾ ഓവർലോഡ് ആക്കാതെയാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, അല്ലെങ്കിൽ 10th +2 ലെവൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, +2 ലെവൽ ഫോഴ്സ് ബാച്ചസ് എല്ലാം റൺ ചെയ്യുന്ന ആ ഒരു ഫിലോസഫിയുടെ പുറത്താണ്. ബിക്കോസ് വർക്കിംഗ് കാൻഡിഡേറ്റ്സും നമ്മുടെ ബാച്ചിലുണ്ട്, വീട്ടമ്മമാരും ഉണ്ട്, അവർക്ക് ടൈം വളരെ കുറവാണ്. പിന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം വൃത്തിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റണം. ആ ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ടൈം ഫ്രെയിം എന്ന് പറയും. ഇപ്പൊ എങ്ങനെയാണ് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഡെയിലി എത്ര സമയം പഠിക്കണം, ഇതാണല്ലോ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നിങ്ങളുടെ പരീക്ഷ 1 വർഷത്തിന് ശേഷമാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയത്തിന്റെ ക്വാണ്ടിറ്റിയും, അല്ല നിങ്ങളുടെ പരീക്ഷ 2-3 മാസത്തിനുള്ളിൽ വരുമെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയത്തിന്റെ ക്വാളിറ്റിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, അജഗജാന്തരമാണ്. ഇപ്പൊ നിങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അത്യാവശ്യം സമയം നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ടാണ്? നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിലിംസ്, മെയിൻസിനൊക്കെ അത്യാവശ്യം സമയം നമുക്ക് കിട്ടും. നമുക്ക് ഏകദേശം ഒരു വർഷം ആ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യാം. പക്ഷെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നെങ്കിലോ, മെയിൽ പ്രിലിംസ് കാണും, എന്തായാലും ഒക്ടോബർ മുമ്പായിട്ട് മെയിൻസ് കാണും, സമയം കുറവാണ്. അപ്പൊ അവിടെ നിങ്ങൾ കൂടുതൽ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. 10th മെയിൻസിനാണ് പഠിക്കുന്നെങ്കിലോ അത് സമയം വളരെ കുറഞ്ഞു, ഉടനെ ഇപ്പൊ 10th മെയിൻസ് വരാൻ പോവാണ്. അപ്പൊ അവിടെ നിങ്ങൾ അതിലും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. സോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന പരീക്ഷ എന്നാണ്, അതിന് നിങ്ങൾക്ക് പഠിക്കാൻ എത്ര മാസം കിട്ടും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നിങ്ങൾ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാൻ. അപ്പം ഇത് ഭയങ്കര റിലേറ്റീവ്. ഒരു ഏകദേശം ഫിഗർ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഡെയിലി ഒരു 3-4 മണിക്കൂർ സയന്റിഫിക്കായി പഠിക്കുകയാണെങ്കിൽ സിലബസിന്റെ മുക്കും മൂലയും കവർ ചെയ്ത് റിവിഷൻ നടത്താനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ കുറെ കൂടെ ക്വാളിറ്റി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ എക്സാം അടുത്ത ആഴ്ചയാണെങ്കിലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിന്റെ ക്വാണ്ടിറ്റി കൂട്ടണം, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ക്വാണ്ടിറ്റി കൂട്ടണം. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുക. അപ്പൊ നിങ്ങളുടെ ടൈം എക്സാം എന്നാണ്, അതിന് ഇത്ര സിലബസ് ഉണ്ട്, ആ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്യുക, എത്ര സമയം വേണ്ടി വരും എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ആ രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ ടൈം ഫ്രെയിം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ പ്രിലിംസിന് അത്യാവശ്യം സമയം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡെയിലി കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ പ്രിലിംസ് എക്സാം പോയി എഴുതി, ചുമ്മാ പോയി എഴുതി, സീരിയസ് അല്ല, നമ്മൾ ചുമ്മാ പോയി എഴുതി. പ്രിലിംസ് പാസ്സായി. പക്ഷെ പാസ്സാകും എന്ന് ആരും വിചാരിച്ചിട്ടില്ല. കാര്യം ഞാൻ കട്ട് ഓഫ് പ്രഡിക്ഷൻ നടത്താത്തത് അതുകൊണ്ടാണ്. ഞാൻ ഒരു ഹൈ മാർക്കാണ് ഞാൻ എപ്പോഴും കട്ട് ഓഫ് ആയിട്ട് കരുതുക. പ്രിലിംസിന്റെ മാർക്ക് വന്നപ്പോഴത്തേക്കും കട്ട് ഓഫിനേക്കാൾ വളരെയധികം മാർക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പം മെയിൻസിന് പിന്നെ എത്ര, ഒരു 2-3 മാസമേ ഉള്ളൂ. ഞാൻ അന്ന് ഒരു ദിവസം ഞാൻ ഏകദേശം 8-8.5 മണിക്കൂർ മിനിമം ഓൺ ആൻ ആവറേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ എനിക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. ചെറിയൊരു മാർജിനാണ് മെയിൻസിന്റെ മാർക്ക് നഷ്ടപ്പെടുന്നത്. പക്ഷെ ആ ഒരു ലെവൽ ഓഫ് സ്റ്റഡി ഞാൻ ഒരു 6 മാസം കൺസിസ്റ്റന്റ് നടത്തിയിരുന്നെങ്കിൽ ഉറപ്പായും മെയിൻസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. കാര്യം ചെറിയൊരു മാർജിൻ ആണല്ലോ നമുക്ക് മെയിൻസ് നഷ്ടമാവുക. അപ്പൊ എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം അതാണ്, നഷ്ടപ്പെടുന്ന സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. നിങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവസാനത്തെ 2 മാസം 3 മാസം കുത്തിയിരുന്ന് പഠിക്കാതെ ഒരു 6 മാസം മുമ്പെങ്കിലും ആ പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ച് തുടങ്ങുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആ രീതിയിൽ തന്നെ പഠിക്കണം. ഓക്കെ,
ഇതിന് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടൈം ടേബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 1 മണിക്കൂറായിരിക്കും, അല്ലെങ്കിൽ 2 മണിക്കൂറായിരിക്കും, 3 മണിക്കൂറായിരിക്കും പഠിക്കാൻ കിട്ടുക. നിങ്ങൾ ഫ്രീ ടൈം കുറേയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 6-7 മണിക്കൂർ പഠിക്കണം. അത്തരത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, അങ്ങനെ 3 സ്ലോട്ട്സ് തരംതിരിച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായ സബ്ജക്ട് പഠിക്കാം, ഉച്ചയ്ക്ക് ഒരു മോഡറേറ്റ് ഡിഫിക്കൽറ്റി ഉള്ള സബ്ജക്ട് പഠിക്കാം, ഈവനിങ് റിവിഷന് വേണ്ടിയിട്ടും പ്രാക്ടീസ് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാം. ഈ രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതല്ല, നിങ്ങളിപ്പം ഞാൻ നേരത്തെ വർക്കിംഗ് കാൻഡിഡേറ്റോ ഒക്കെ ആണെങ്കിൽ വൈകിട്ട് മാത്രമേ സമയം കാണുള്ളൂ. അപ്പോൾ വൈകിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം 3 സ്ലോട്ട് തരംതിരിക്കുക. ഒരു സ്ലോട്ട് 1 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്ട്, പിന്നീട് കുറച്ച് ഈസി സബ്ജക്ട്, പിന്നീടുള്ള സമയം റിവിഷനും MCQ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയത്തിനെ നിങ്ങൾ വരുതിക്ക് നിർത്താൻ സാധിക്കും. കാര്യം ടൈം നമുക്കറിയാം, അത് ലീനിയർ ഫ്ലോ ആണെന്നൊക്കെ പറയും. അതായത് നമുക്ക് സമയം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ സമയത്തിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അച്ചടക്കവും അതിന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുക. ഓക്കെ, സോ ടൈം ടേബിൾ ഒരു കോണ്ടെക്സ്റ്റ് അതാണ്. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു വിഷമിപ്പിക്കുന്ന സത്യമാണ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങൾ സീരിയസ് ആയ ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു എക്സാമിന് വേണ്ടിയും പഠിച്ചിട്ട് കാര്യമില്ല. സീരിയസ് ആണെങ്കിൽ കൃത്യമായ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ട് പഠിക്കുക. ഇതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീരിയസ് ആയ ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോലും നിങ്ങൾ കറക്റ്റ് പാറ്റേണിലല്ല പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സമയം പഠിച്ചിട്ടും കാര്യമില്ല. ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് പല ഉദ്യോഗാർത്ഥികളും പഴയ പാറ്റേണിലാണ് ഇന്നും PSC പഠിക്കുന്നത്. റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ മതി PSC ജയിക്കാം എന്നൊരു ചിന്ത ഇപ്പോഴും പല ഉദ്യോഗാർത്ഥികളിലും ഉണ്ട്. റാങ്ക് ഫയൽ ഇമ്പോർട്ടന്റ് ആണ്. റാങ്ക് ഫയൽ മാത്രം പഠിച്ച് PSC പാസ്സാവുന്ന കാലഘട്ടം കഴിഞ്ഞു. റാങ്ക് ഫയൽ എന്തായാലും നമുക്ക് വേണം, പക്ഷെ അതിന് കൂടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിനും പഠിക്കണം, പുതിയ പാറ്റേണിൽ പഠിക്കണം. പുതിയ പാറ്റേണിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറയുന്നത് ആഴത്തിലുള്ള പഠനം വേണം. അതിന്റെ കൂടെ എലിമിനേഷൻ ടെക്നിക്സ് കറക്കി കുത്താനും അറിഞ്ഞിരിക്കണം. ആഴത്തിലുള്ള പഠനവും അതിന്റെ കൂടെ ഇന്റലിജന്റ് ആയിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്സും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇന്നത്തെ PSC പരീക്ഷകൾ. 10th ലെവൽ മുതൽ KAS ലെവൽ വരെ അങ്ങനെയാണ്. UPSC മാതൃകയാണ്. അപ്പൊ ഈ നിലവാരത്തിലല്ല നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 50 മണിക്കൂർ, 22 മണിക്കൂറേ ഉള്ളൂ, അതെല്ലാം എക്സജറേറ്റ് ചെയ്ത് പറയുന്നത്, അത്ര സമയം പഠിച്ചാലും നിങ്ങൾ യൂസ് ആവില്ല. അപ്പൊ എഗെയിൻ നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്തെ പോയിന്റിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ക്വാളിറ്റി ടൈം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിന്റെ ക്വാണ്ടിറ്റിയിലല്ല കാര്യം ഇരിക്കുന്നത്, ക്വാളിറ്റിയിലാണ്. ക്വാളിറ്റി ടൈം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയ പാറ്റേണിൽ ടൈം ടേബിൾ വെച്ച് കൃത്യമായും തന്നെ പഠിക്കുക. അപ്പൊ നമ്മൾ ഏകദേശം പറഞ്ഞു, ഒരു 2-3 മണിക്കൂർ മുതൽ 7-8 മണിക്കൂർ വരെ പഠിക്കുന്നതാണ് ഒരു ഒപ്റ്റിമം എമൗണ്ട് ഓഫ് ടൈം. പക്ഷെ ഇത് ഓരോ വ്യക്തിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആ രീതിയിൽ ടൈം സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം, കമന്റ് സെക്ഷനിൽ നിങ്ങൾ പറയണം നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണ്. അടുത്ത ആഴ്ച ഓൺ ആൻ ആവറേജ് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? നിങ്ങളുടെ ടാർഗറ്റ് എത്ര എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. എഗെയിൻ ഈ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസ് ഒക്കെ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെന്റേഴ്സ് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എത്രത്തോളം കൂടുതൽ മാർക്ക് വാങ്ങിക്കാം എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മൾ കവർ ചെയ്യുക. പക്ഷെ സിലബസിന്റെ മുക്കും മൂലയും ഞങ്ങൾ പഠിപ്പിക്കും. അപ്പൊ ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണെന്നത് കൃത്യമായും കമന്റ് സെക്ഷനിൽ പറയുമല്ലോ. താങ്ക് യു, ബൈ.